ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുകൃതത്താൽ. എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും എത്ര ജന്മം ഹരിച്ചു നടന്നതും എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി. എത്ര ജന്മം നമ്മൾ പ്രയാസപ്പെട്ടിട്ടാണ് അത് നമ്മുടെ ഒരു സുകൃതം കൊണ്ടാണ് നമ്മൾ ഇന്ന് മനുഷ്യജന്മമായി വന്ന് പിറന്നതെന്ന് ഓർക്കുക. എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞു, മലത്തിൽ കൃമികീടങ്ങളായി നമ്മൾ കഴിഞ്ഞു. അതുപോലെ എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞു, ജലത്തിലെ ജലജീവികളായിട്ടും മത്സ്യമായിട്ടും അങ്ങനെ ഓരോ രീതിയിലും ജലത്തിൽ നമ്മൾ കഴിഞ്ഞു. അതുപോലെ മണ്ണിൽ കഴിഞ്ഞത്, മണ്ണിൽ എത്രയോ ജീവികൾ മണ്ണിനകത്ത് ജീവിക്കുന്നുണ്ട്. അതുപോലെ എത്ര ജന്മം മരങ്ങളായിട്ട് നിന്നു. മരങ്ങളൊക്കെ എത്രയോ വൻമരങ്ങളൊക്കെ എത്ര വർഷത്തോളം നിൽക്കുമല്ലേ. അതുപോലെ മരങ്ങളായി എത്ര കാലം നിന്നു. അതുപോലെ അരിച്ചു നടന്നു. ഇവിടെ ഇതിനകത്ത് മരിച്ചു എന്നാണ് കാണിക്കുന്നത്. അരിച്ചു നടന്നത് എത്ര ജന്മം അരിച്ച്, അതായത് മണ്ണിനകത്തൊക്കെ ഇങ്ങനെ നമ്മൾ മണ്ണിനകത്തൂടെ ഇങ്ങനെ ഊർന്നിട്ട് അരിച്ചരിച്ച് നടക്കുകയില്ലേ, അതുപോലെ എത്ര ജന്മമാണ് മൃഗങ്ങൾ പശുക്കളായിട്ടും മറ്റ് മൃഗങ്ങളായിട്ടുമൊക്കെ എത്രയോ ജന്മമാണ് നമ്മൾ കഴിഞ്ഞത്. അതു വന്നിട്ടീ വണ്ണം ലഭിച്ചൊരു മർത്യജന്മത്തിൻ മുമ്പേ കഴിച്ചു നാം. എത്രയും പണിപ്പെട്ടിങ്ങു മാതാവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും 10 മാസം വയറ്റിൽ കഴിഞ്ഞു പോയി. 10 ഉണ്ണിയായിട്ടും പോയി. തന്നെ താൻ അഭിമാനിച്ചു പിന്നീടം തന്നെ താൻ അറിയാതെ കഴിയുന്നു. ഈ വിധത്തിലുള്ള ജന്മങ്ങളൊക്കെ എടുത്തതിന് ശേഷം കിട്ടിയ ഈ ഒരു മർത്യജന്മം എത്രയോ സുകൃതം നിറഞ്ഞതാണ്. വളരെ പണിപ്പെട്ട് മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ വന്ന് വീഴുകയാണ്. അങ്ങനെ 10 മാസം വയറ്റിലങ്ങ് കഴിയുന്നു. ഒന്നും അറിയാതെ, അജ്ഞതയിൽ. എന്തെങ്കിലും അറിയുന്നുണ്ടോ? ഇല്ല, ഒന്നും അറിയാതെ 10 മാസം വയറ്റിൽ കഴിയുകയാണ്. പിന്നെ ഒരു 12 വർഷം, 10 എന്ന് പറയുന്നത് 12 വർഷമാണ്. ആ 12 വർഷം ഒന്നും അറിയാത്ത ഒരു ഉണ്ണിയായിട്ട് ബാല്യകാലമായിട്ട് അങ്ങ് പോവുകയാണ്. ഞാൻ എന്ന ഭാവത്തിൽ ആരെന്ന് പോലും അറിയാതെ സ്വയം അഹങ്കരിച്ച് അഭിമാനിച്ച് കഴിയുകയാണ് പിന്നെ വരുന്ന കാലം.